എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിരോട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എന്ത് ചെയ്തു? 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഡിഗ്രി ജയിച്ച വിദ്യാർത്ഥികൾ നിരവധിയായ കമൻറ്റുകളിൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. വിദ്യാർത്ഥികൾ ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും കിട്ടിയതിന് ശേഷം ആണ് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് കാരണമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ വന്നതായതുകൊണ്ടും മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും ജനറേറ്റ് ആകാത്തത് കൊണ്ടും നിങ്ങളുടെ അപേക്ഷ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അതായത് 3 to 4 വീക്സിനകം മാത്രമേ നിങ്ങളുടെ കോളേജിൽ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓരോ സെമസ്റ്ററിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കിട്ടിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കാര്യമുള്ളൂ. അത് പ്രധാനമായും പറയുന്നതിന് കാരണം, ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്താലും നിങ്ങൾ മാർക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ്, മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടി വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്തത് വേസ്റ്റായി പോകും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാം, ബട്ട് അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്, നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണത് കിട്ടുക എന്നുള്ളത്. മോസ്റ്റ് പ്രോബബിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഓർഡിനറി ആയിട്ടും എമർജൻസി ആയിട്ടും അപ്ലൈ ചെയ്യാം. ഓർഡിനറിക്ക് പൈസ കുറവാണ്, എമർജൻസി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, അപ്പോൾ അതിന് പൈസയും കൂടുതലാണ്. ഓർഡിനറി ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 6 മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് പൈസയും കൂടുതലുണ്ട്, ബട്ട് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പല ആവശ്യത്തിനും നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കാം, കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡുകൾ ഉപയോഗിക്കാം. സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല, അത് മെല്ലെ കിട്ടിക്കോളും. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അത്യാവശ്യം പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളവർ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും കിട്ടുന്നവരെ കാത്തിരിക്കുക. അത് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ നിർജ്ജീവമായി പോകും. അപേക്ഷ കൊണ്ട് യാതൊരു കാര്യവുമില്ല. മാർക്ക് ലിസ്റ്റും കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾ റീ ആപ്ലിക്കേഷൻ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഓർഡിനറി ആയിട്ടും അപ്ലൈ ചെയ്യാം, അതേസമയം എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 6 മാസമെങ്കിലും എടുക്കും, ബട്ട് എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേഗം കിട്ടും. പക്ഷേ ഓർഡിനറിക്ക് വില കുറവാണ്, നിങ്ങൾ ചെറിയ പൈസ അടച്ചാൽ മതി. എമർജൻസി ആകുമ്പോൾ നിങ്ങൾ കുറച്ചധികം തുക അടയ്ക്കേണ്ടി വരും. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ. തീർച്ചയായും നിങ്ങളുടെ ഇതുപോലുള്ള സംശയങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തരാൻ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.